നീ എന്നാടാ പറമ്പ് വിളിച്ചിട്ട് വന്നോ? സംഗീത്, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. താങ്ക് യു. അപ്പൊ ഇന്ന് പൊളിക്കാൻ റെഡിയാണോ? എന്താണ് ടോപ്പിക്? എന്താണ് ഇന്ന്? ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. സൂപ്പർ. ഞങ്ങളിപ്പോ അതിനെപ്പറ്റി സംസാരിച്ച് ചർച്ച അങ്ങ് നിർത്തിയതേ ഉള്ളൂ. പൊളിക്ക, ഞാൻ അവിടെ നിന്ന് കാണാം. ഓക്കെ. നമുക്ക് ചെറിയ കുട്ടിയില് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവില്ലേ? എനിക്കുണ്ടായിരുന്ന ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് പരസ്യത്തിലെ ചില പരസ്യവാചകങ്ങളായിരുന്നു. കാരണം നമ്മൾ മലയാളികളെല്ലാം കുറച്ച് പുലികൾ തന്നെയാണ്. പക്ഷെ ഈ മലയാളികൾ എന്ത് വാങ്ങണം, എന്ത് ഉടുക്കണം എന്നൊക്കെ തീരുമാനിപ്പിക്കുന്നത് ഈ പരസ്യങ്ങളാണ്. നമ്മൾ മലയാളികൾക്ക് ഒരു നേരെങ്കിലും അരി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒരു ഉഷാറുണ്ടാവില്ല. ഡിസ്പ്ലേ പോയ മൊബൈൽ ഫോണിന്റെ പോലെയാണ്, ഒരു ബ്രൈറ്റ്നസ് ഉണ്ടാവില്ല. ഞാനൊക്കെ ഉണ്ടല്ലോ 4 നേരം അരി ഭക്ഷണം കഴിക്കും, എന്നിട്ട് തടിക്കൂലോ. അപ്പൊ നാട്ടുകാർ ചോദിക്കും എന്തോ തടിച്ചുണ്ടല്ലോ. അപ്പൊ ഞാൻ പറയും ഒന്നുമില്ല, ഞാനൊക്കെ പച്ചവെള്ളം കഴിച്ചാൽ പോലും തടിക്കുന്ന ഒരാളാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നതിൽ ഇത്രേ ഉള്ളൂ. ഇത് നമ്മള് ഹെൽത്തി ആയിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന ഘടകം. ഇപ്പൊ ഞാനൊക്കെ ഒരു ഡയറ്റ് എടുക്കാനായിട്ട് ഡയറ്റ് പ്ലാൻ ചെയ്തിട്ട് വീട്ടിൽ അപ്പം തന്നെ പറയും എനിക്ക് ഇന്ന് മുതൽ അരി ഭക്ഷണം വേണ്ട. ഇത് പറഞ്ഞ് നാക്ക് വായയിലിടുമ്പോഴേക്കും ഏതെങ്കിലും ഒരു ബന്ധു വീട്ടിൽ നിന്ന് ആൾക്കാർ വരും. അപ്പൊ തന്നെ ബസുമതി റൈസിന് ഒരു ബിരിയാണി അങ്ങോട്ട് വെക്കും. എന്ത് ചെയ്യാനാ? നാണില്ലാണ്ട് ഇരുന്ന് തിന്നും. സത്യത്തില് ഞാൻ കണ്ടെടുത്തോളം പരസ്യങ്ങളില്ലാത്ത 2 സാധനങ്ങളാണ് ഉള്ളത്. ഒന്ന് പട്ടാളക്കാരന്റെ കോട്ട, ഒന്ന് റേഷൻ കടയിലെ ആട്ട. ഞാനൊക്കെ ആദ്യം വിചാരിച്ചിരുന്നതേ ഈ സിനിമയിലെ ഗുണ്ടകളുണ്ടല്ലോ, അവർക്കൊക്കെ മസിൽ ഉരുട്ടി ഉണ്ടാക്കുന്നത് ജീവൻ ടോൺ കഴിച്ചിട്ടാണെന്നാ. പക്ഷേ ഒരു 2000 കാലഘട്ടമായപ്പോ ഋതിക് റോഷൻ കഹോന പ്യാർ ഹേ അതിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഈ ജീവൻ ടോൺ കഴിച്ചിട്ടല്ല, ജിമ്മിൽ പോയി ഉരുട്ടി ഉണ്ടാക്കിയ സാധനമാണെന്ന്. അപ്പൊ തന്നെ ഞാനൊരു തീരുമാനം എടുത്തു. ഞാനും നാളെ മുതൽ ജിമ്മിൽ പോവും. വ്യായാമം അഥവാ ജിം ഞാനും ചെയ്യും. അങ്ങനെ ഈ സംഭവം ഞാൻ എൻ്റെ വീടിന്റെ അടുത്തുള്ള ജോസേട്ടനോട് ഒന്ന് ഡിസ്കസ് ചെയ്തു. ടർബോ ജോസ് അല്ലേട്ടാ, ഇത് വെറും ജോസ്, ദ ജോസ്. അപ്പൊ ജോസേട്ടൻ എന്നോട് പറഞ്ഞു നീയൊക്കെ ഒന്ന് മെനയായിട്ട് വരണമെങ്കിൽ ഒരു 10 മുട്ടയുടെ വെള്ളെങ്കിലും ഡെയിലി കഴിക്കേണ്ടി വരും. സന്തോഷായി. അപ്പൊ തന്നെ ഞാൻ ജോസേട്ടന് ആ സന്തോഷം പകർന്നാൻ അവിടെ ചായക്കടയിൽ നിന്ന് ഒരു പാലൊഴിച്ച കാപ്പി മേടിച്ചു കൊടുത്തു. കാരണം ആനന്ദം കാപ്പിയിൽ ആരംഭിക്കുന്നു എന്നാണല്ലോ. അപ്പോ ഈ സന്തോഷ വാർത്ത ഞാൻ എൻ്റെ വീട്ടിൽ പോയി പറഞ്ഞു ഈ മുട്ടയുടെ കാര്യം. അപ്പൊ അമ്മ പറഞ്ഞു 10 മുട്ടയാ ഒരു ദിവസാ. മുട്ടക്കോസ് മേടിച്ചു തിന്നാൻ ഞാനെന്താ ടർക്കി കോഴിയാ? ഈ സമയത്താണ് മുത്തശ്ശിയുടെ വൈഡ് കാൾ എൻട്രി. മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു മോനെ കാശില്ലെങ്കിൽ നീ ഇതിനൊക്കെ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞു മുത്തശ്ശി എന്തറിഞ്ഞിട്ടാ, എനിക്ക് ഫിറ്റ് ആവണ്ടേ? അപ്പൊ മുത്തശ്ശി പറഞ്ഞു മോനെ ഫിറ്റ് ആവണമെങ്കിൽ വേറെ വഴിയുണ്ട്. ഈ ടിവിയിലൊരു പരസ്യം കാണാം, ഈ അണ്ടർവെയർ ധരിച്ചാ ഫിറ്റ് ആകും. മുത്തശ്ശി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ സീരിയലിന്റെ ഇടയിൽ ഒരു പരസ്യം വരും, കിലാഡിയോങ്ക കിലാടി. പുള്ളി വന്നിട്ട് അണ്ടർവെയർ ഇട്ടിട്ട് പറയും ഫിറ്റാണ് ബോസ്. അപ്പോ ജിമ്മിൽ പോവാനുള്ള തീരുമാനം എടുത്തപ്പോ എൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ ഒറ്റയ്ക്ക് പോയ പരിപാടി നടക്കില്ല. അപ്പൊ ഏതെങ്കിലും ഒരുത്തനെ കൂടി കൂട്ടാം. അങ്ങനെ ഞാൻ ഒരുത്തനെ തപ്പിയിട്ട് എൻ്റെ വീടിന്റെ അടുത്ത് ആ ചായക്കട ഉണ്ടല്ലോ അവിടെ വെയിറ്റ് ചെയ്യാം. അപ്പൊ ഒരുത്തൻ ഡെയിലി വാക്കിങ്ങിനായിട്ട് നടന്നു വരും. ഇവൻ നടന്നു വരും മാത്രമല്ല ആ ചായക്കടയിലത്തെ എണ്ണ പലഹാരങ്ങൾ മുഴുവൻ അടിച്ചു കയറ്റും. അപ്പൊ ഇത് ഡെയിലി കാണുമ്പോൾ ഞാൻ ഇവനെ സ്നേഹത്തിന്റെ ഭാഷയിൽ കോളർ പിടിച്ച് പറഞ്ഞു മോനെ നീ ഡെയിലി നടന്നു വരുന്നതൊക്കെ ഓക്കെ, ഞാൻ സമ്മതിച്ചു. പക്ഷെ നീ എണ്ണ പലഹാരങ്ങളൊന്നും കഴിച്ചാ നിന്റെ തടി കുറയടാ. അപ്പൊ അവൻ പറഞ്ഞു താനൊന്ന് പോടൂ, ഞാൻ ഡെയിലി നടന്നു വരുന്ന തന്നെ ഇത് കഴിക്കാനാണെന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി പണ്ടേതോ ചോക്ലേറ്റ് പരസ്യത്തിൽ പറഞ്ഞ പോലെ ചില സമയങ്ങളിൽ ഒന്നും ചെയ്യാതെ നിൽക്കുന്നതാണ് നല്ലത്. ഡു നത്തിങ്. നമ്മുടെ ഉള്ളിലെ ചില പ്ലാനുകൾ ഉണ്ടല്ലോ, നമ്മൾ പുറത്ത് പറയാൻ പാടില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് 4 മടക്കി പെട്ടിയിൽ വെക്കേണ്ടി വരും. ഷുവറാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരുത്തനെ തപ്പി എടുക്കണമെന്ന്. അങ്ങനെ എനിക്ക് ജിമ്മിൽ പോവാൻ ഒരുത്തനെ കിട്ടി. അപ്പൊ ഞാൻ ഇവനോട് ജിമ്മിൽ പോണ്ട കാര്യം പറഞ്ഞപ്പോ ഇവൻ എന്നെ പറഞ്ഞു ഓടാ നിനക്ക് പ്രാന്താണ് ജിമ്മിലേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ചാടി പോണ മൊയിലിനെ 8 വർഷമുള്ള ആയുസ്. എന്നാൽ ഒരു പണി ചെയ്യാണ്ട് മൂലക്കിരിക്കണ ആമയ്ക്ക് 150 വർഷമാണ് ആയുസ്. ഇവന്റെ ഈ ആമക്കഥ കേട്ടപ്പോ എന്റെ ജിം പ്ലാൻ ആമയെ പോലെ ഒന്ന് പുറകോട്ട് വലിഞ്ഞു. പക്ഷെ അവിടെ വെച്ച് ഞാനൊരു തീരുമാനം എടുത്തു,
ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ജിമ്മിൽ പോയില്ല എന്ന്. അങ്ങനെ കുറെ വർഷങ്ങൾക്കപ്പുറം ഇതേ പ്ലാനുമായി ഇവൻ എന്റെ അടുത്ത് വന്നു. വാടാ ജിമ്മിൽ പോടാ. ശരി, ഇവൻ കുറെ കാലമായിട്ട് പറഞ്ഞല്ലേ, പോയേക്കാം എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ ജിമ്മിൽ പോയിട്ട് ഒരു മാസത്തേക്ക് എത്ര രൂപ ഫീസ് ചോദിച്ചു. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, ഒരു മാസത്തേക്കാ? ഒരു മാസത്തെ കളി ഇവിടെ ഇല്ല, ഒരു വർഷത്തേക്ക് 12,000 റുപ്യ. ശരി, 12,000 രൂപ കൊടുക്കുന്നതല്ലേ, AC എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ വെറുതെ ഒന്ന് അന്വേഷിച്ചു. AC കടന്നു പോടാ എന്നൊരു ഭാവമായിരുന്നു അയാളുടെ മുഖത്തുനിന്ന് എനിക്ക് കിട്ടിയത്. അവിടെ 4 മൂലയ്ക്ക് 4 ഫാൻ ഉണ്ട് കേട്ടോ. ഈ ഫാനിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഹോ, ഗുരുവായൂർ അമ്പലത്തില് ശയനപ്രദക്ഷിണം നടത്തുന്നവര് ഇതിന് വേഗത്തിൽ ചുറ്റും. അങ്ങനത്തെ 4 ഫാൻ. അങ്ങനെ ഒരാഴ്ച ഓടി. ഒരാഴ്ച കഴിഞ്ഞപ്പോ പുള്ളി വന്നിട്ട് പറഞ്ഞു, ഡയറ്റ് എടുക്കണം. ഒരാഴ്ചയായിട്ട് ആ ജിമ്മിലെ വെയിറ്റ് പോലെ എനിക്ക് എടുക്കാൻ പറ്റില്ല, പിന്നെ ഡയറ്റ്. അലീന, ഡയറ്റിനെ പറ്റി എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. ഈ ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്തറിയോ, നമ്മള് ആയുസ് നീട്ടി കിട്ടാൻ വേണ്ടിട്ട് ജീവിതകാലം മുഴുവൻ അരവയറ് പട്ടിണി കിടക്കണം. എന്റെ പട്ടി കിടക്കും. അന്ന് ജിമ്മിൽ നിന്ന് ഇറങ്ങിയതാണ്, പിന്നെ ഇതുവരെ പോയിട്ടില്ല. എന്താ പ്രശ്നം ചെറിയോ, ഈ ജിമ്മ് വീടിന്റെ അടുത്തായതുകൊണ്ട് ഈ ട്രെയിനർ കാണാണ്ടിരിക്കാൻ ഇപ്പൊ 2 കിലോമീറ്റർ ചുറ്റി പാടം വളഞ്ഞാണ് വീട്ടിൽ പോണത്. അങ്ങനെ ഒരു ഗുണമുണ്ടായി. അന്ന് ഞാൻ അവിടെ വെച്ച് വീണ്ടും ഒരു ശബ്ദം എടുത്തു. പണ്ടത്തെ പെയിന്റ് പരസ്യത്തിൽ പറയുന്ന പോലെ, ജിമ്മേ വിട, ഡയറ്റേ വിട, എന്നേക്കും വിട. എന്നെ പോലെ ഇച്ചിരി മടിയുള്ളവർക്ക് കേൾക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ ഡയറ്റ്, അല്ലേ ബക്കർ ചേട്ടാ? അല്ല, ഞാൻ സംഗീതനെ ആദ്യമായിട്ട് കണ്ടപ്പോഴേ, ഇവിടെ വന്ന് നിന്നപ്പോഴേ, ഞാൻ സംഗീതനോട് ചോദിക്കുക, ജിംനേഷ്യം ഉണ്ടോ എന്ന് സ്വന്തമായിട്ട്. അപ്പൊ ഞാൻ ഇത് കേട്ട് ഫുള്ള് കണ്ടപ്പോഴാണ് ഞാൻ എന്തൊരു അബദ്ധമാണ് ഞാൻ ചോദിച്ചത്. അന്നേരം നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും ഞാൻ ആലോചിക്കുമായിരുന്നു. എന്നോടോ എന്നുള്ള രീതിയിൽ അല്ലേ? അപ്പൊ എനിക്ക് പൈസ കൊടുത്തായിരുന്നോ ശരിക്കും? ഇങ്ങനെ പോയിട്ടുണ്ടാണോ? ജീവിതത്തിൽ നടന്ന കാര്യം, അതുകൊണ്ടാണ് ആ രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോഴും പോകാൻ പറ്റിയിട്ടില്ല. ചേട്ടാ, വലിയ മാനസിക തീരുമാനമാണ് ജിമ്മിൽ പോക്കെന്ന് പറയുന്നത്. അത്ര എളുപ്പമല്ല. ഒരു 5-6 മാസം കഴിഞ്ഞാൽ പിന്നെ ട്രാക്കിൽ വീഴും, ബോയിലെ കുറ്റബോധമൊക്കെ വരും. നല്ല വിഷയമായിരുന്നു, നന്നായിട്ട് അവതരിപ്പിച്ചു, നല്ല രസമുണ്ടായിരുന്നു. മുട്ട തീറ്റ നടക്കുന്നുണ്ടോ? അത് നടക്കുന്നുണ്ട്. മുട്ടയുടെ ഉണ്ണി പെട്ടെന്ന് ഫീൽഡ് ഔട്ട്. ഇപ്പൊ ആരും തിന്നുന്നതാണ്, ചെറുപ്പക്കാർ പോലും തിന്നുന്നില്ല. എന്തായാലും പറഞ്ഞു പേടിപ്പിച്ചിരിക്കുക. ഉണ്ണി തിന്നുന്ന കുഴപ്പമൊന്നുമില്ല, ഫാറ്റ് കയറുന്നു പറഞ്ഞാ ചുമ്മാതാ. എനിക്കാണെങ്കിൽ ഉണ്ണിയിൽ ഇച്ചിരി കറിയും കൂടെ വെച്ച് കൂട്ടി കഴിക്കുന്ന ഏറ്റവും ഇഷ്ടം. പക്ഷെ ഉണ്ണിയില്ലേ, ഉണ്ണി ഇങ്ങനെ എടുക്കുക, എന്നിട്ട് അതിൽ ഇച്ചിരി കറി, ഇപ്പൊ മുട്ടക്കറി കഴിക്കണെങ്കിൽ മുട്ടക്കറി അതിന്റെ മേളിലേക്ക് വെച്ചിട്ട് ഒന്ന് കുഴച്ച് കഴിക്കണം, നല്ല ടേസ്റ്റാ. എനിക്ക് ഞാൻ പോവാ, ബ്രേക്ക് പറ. ഉണ്ണി മാറ്റി വെച്ചിട്ട് നല്ല ബീഫും മീനും ഒക്കെ ഉച്ചയ്ക്കൊക്കെ നമ്മൾ ലൊക്കേഷനിലൊക്കെ പലരും കാണും. ഈ ഉണ്ണി മാറ്റി വെച്ചിട്ട് ഒരു പാത്രം ബീഫും 2 മീനും കുറച്ച് ചിക്കനും തിന്നുന്നത്. ഉണ്ണിക്ക് കുറച്ചുകൂടെ അവസരങ്ങൾ. ഉണ്ണീനെ അങ്ങനെ വിലക്കാൻ പാടില്ല, അതാണ് എന്റെ ഒരു അപേക്ഷ. നല്ല ഉണ്ണിയാണ്. അതിനുവേണ്ടി നമ്മൾ പൊന്നമ്മ ചേച്ചിനെ വിളിച്ചിട്ട് ഉണ്ണി സംഗീതം നല്ല രസമുണ്ടായിരുന്നു. സംഗീതത്തിന്റെ അവതരണം, ആ ജിമ്മി പോക്കും അതിന്റെ ഒരു വഴികളും വേണ്ടെന്ന് വെച്ചതും പോയതും കഥകളൊക്കെ വളരെ രസമായി, നന്നായിട്ട് ചെയ്തു. ആരൊക്കെയാണ് വീട്ടിലെ? അച്ഛനമ്മ. വേറെ എന്താ ജോലി, എന്താ ചെയ്യണേ? ഷെഫാണോ? ഈ ഷെഫിന് മുന്നിലാണ് നമ്മൾ ഈ ഉണ്ണിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഒരു ചോദ്യം ഇവിടെ, നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം നമുക്ക് കഴിക്കാൻ ഒരു വിമുഖത ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. സ്മെല്ല് കാരണമാണ് നമുക്ക് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത്. ഒരു അഭിപ്രായം ഒരൊറ്റ വരിയില് ഒരു അഭിപ്രായമാണ്, അതൊരു ഒറ്റ വരി തീർന്നാണ്. ഞാനും ഒരു പാട്ടുകാരനും ഒരു കീബോർഡിസ്റ്റും ഒക്കെ കൂടെ തൃപ്പൂണിത്തുറയിൽ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. സ്ഥിരം ഹോട്ടലാണ്, വല്ലപ്പോഴേ ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ തൊട്ടപ്പുറത്ത് ക്യാൻറ്റീൻ നടത്തുന്ന ഒരു ജോസേട്ടനുണ്ട്, ജോസേട്ടന്റെ ഭാര്യയൊക്കെ ഉണ്ട്, കുടുംബമൊക്കെ ഉണ്ട്. ഇടയ്ക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ജോസേട്ടന്റെ വീട്ടിൽ നിന്ന് ചില കറി ഞങ്ങൾക്ക് കൊണ്ടുതരും. ഞങ്ങൾ 4 ആണുങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു വീട്ടിൽ ഇച്ചിരി കറി ബാക്കി വന്നാലോ അല്ലാതെയൊക്കെ സ്നേഹപൂർവ്വം ഇവര് കൊണ്ടുതരും. അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങളൊക്കെ കൂടെ ഒരു മീൻകറി വെച്ചപ്പം നമ്മൾ അവിടെയും കൊടുക്കണ്ടേ എന്ന് തോന്നിയിട്ട് ഒരു പാത്രത്തിൽ മീൻകറി കൊണ്ടുപോയി എന്റെ സുഹൃത്ത് അവിടെ കൊടുത്ത് ഏറെയത്ത് നിന്നു. അപ്പൊ അമ്മാമ്മ ഇത് കഴിച്ചു നോക്കണം, ഞങ്ങൾ വെച്ചതാണ് എന്നൊക്കെ പറഞ്ഞു. അമ്മാമ്മ ഇത് മേടിച്ചു, തൊട്ടു, നക്കി, പാത്രം അടച്ചു. എന്റെ മുഖത്തോട്ട് നോക്കിയിട്ട്, എന്ത് ജീവിതമാ മക്കളെ നിങ്ങളുടെയൊക്കെ. ഡയലോഗേ ഉള്ളൂ, പക്ഷെ അതിന് ഭയങ്കര ആഴം. നല്ലവനായി ഉണ്ണി, നമുക്ക് ആ ഉണ്ണിക്ക് സമ്മാനം കൊടുത്താലോ? കൊടുത്തിട്ടുണ്ട്.